എല്ലാവർക്കും അവർ കിച്ചണിലേക്ക് സ്വാഗതം. അവർ കിച്ചണിൽ നമ്മളിന്നൊരു ബീട്രൂട്ടിൻ്റെ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ബീട്രൂട്ടിൻ്റെ ചമ്മന്തി എന്ന് പറയുമ്പോൾ വളരെ സ്വീറ്റ് ആൻഡ് സോറായിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഈ ചമ്മന്തി ബിരിയാണിക്കോ അല്ലെങ്കിൽ ചപ്പാത്തിക്കോ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ബീട്രൂട്ട്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പുതിന ഇല, പച്ചമുളക്, വിനീഗർ, കാരക്ക. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ചമ്മന്തി അരയ്ക്കാൻ ആവശ്യമുള്ളത്. ഇതൊരു ബീട്രൂട്ട് ഞാൻ പുഴുങ്ങി വെച്ചതാണ്. ഒന്ന് കുക്കറിലിട്ടിട്ട് ഒന്ന് പുഴുങ്ങി എടുത്ത് തോലൊക്കെ കളഞ്ഞെടുത്ത് വെച്ചതാണ്. ഇതിലേക്ക് മിക്സിയിലേക്ക് ഇട്ടു. അതുപോലെ 4 കാരക്കയുണ്ട്. ഈ 4 കാരക്കയും നമുക്കിതിലേക്ക് ഇടാം. പിന്നെ പച്ചമുളക്, ഏകദേശം ഒരു 5 പച്ചമുളക്. അത് എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 5 പച്ചമുളക് ഞാൻ ഇതിൽ ചേർത്തു. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ചേർത്തു. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, 4 അല്ലി വെളുത്തുള്ളി ഇതിൽ ചേർത്തു. പിന്നെ പുതിന ഇലയും മല്ലിയിലയും ഓരോരോ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. ഇത് ഓരോരോ ടേബിൾ സ്പൂണ് നമുക്കിതിലിടാം. ഇത് നമുക്ക് ഒന്ന് ഉപ്പ് ചേർത്ത് വിനീഗർ, ഒരു 3 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി നന്നായി അരച്ച് മിക്സിയിൽ അരച്ചത് ഞാനൊരു സർവിങ് ബൗളിലാക്കിയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ബിരിയാണിക്ക് നല്ല ബെസ്റ്റ് ചട്നിയാണിത്. അതുപോലെ ബിരിയാണിക്ക് എന്നല്ല, എല്ലാ ഭക്ഷണത്തിനും നല്ലൊരു ബെസ്റ്റ് ചട്നിയാണ് ബീട്രൂട്ടിൻ്റെ ചട്നി. ഈ സ്വീറ്റ് ആൻഡ് സോറായിട്ടുള്ള ഈ ചട്നി എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം.